ചില ആളുകളിൽ വേ പ്രോട്ടീൻ എടുക്കുന്ന സമയത്ത് ഗ്യാസിൻ്റെ ഇഷ്യൂ, ബ്ലോട്ടിങ്, വയറുവേദന, ഫാൾട്ട്, അതായത് വളിയൊക്കെ ഇട്ട് നടക്കുന്നത് കണ്ടിട്ടുണ്ട്. ഈ വേ പ്രോട്ടീൻ മാത്രമല്ല, പാലുൽപ്പന്നങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് സെയിം സിറ്റുവേഷൻ ഉണ്ടാകും. അതിന് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡൈജസ്റ്റ് ചെയ്യാനുള്ള എൻസൈം നമ്മുടെ ബോഡിയിൽ ജനറ്റിക്കലി കുറവായിരിക്കും. ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മൾ ഫൈബർ എടുക്കുന്ന സമയത്ത് അത് നമ്മുടെ ബോഡിയിൽ ഡൈജസ്റ്റ് ചെയ്യാനുള്ള എൻസൈം ഇല്ല, അതുകൊണ്ടാണ് ഫൈബർ ഡൈജസ്റ്റ് ആവുക. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ ഈ ലാക്ടോസിനുള്ള എൻസൈം കുറവായിരിക്കും. ഈ ലാക്ടോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷുഗർ. ഓക്കെ, അതായത് നമ്മുടെ ബോഡി ഈ കാർബോഹൈഡ്രേറ്റിനെ ഈ മോണോസാക്രൈഡ് ആൻഡ് ഡൈസാക്രൈഡ് ആൻഡ് പോളിസാക്രൈഡ് ഡിവൈഡ് ചെയ്തിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ, മോണോ എന്ന് പറഞ്ഞാൽ സിംഗിൾ മോളിക്യൂളായിരിക്കും. അതായത് ഇപ്പോൾ ഗ്ലൂക്കോസ്, ഫ്രൂട്ടിലുള്ള ഗ്ലൂക്കോസ്, ഈ ഗ്ലൂക്കോസിന് എക്സാമ്പിളാണ് മാംഗോ, പപ്പായൊക്കെ, ബനാനയൊക്കെ. ഈ ഫ്രൂട്ടോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറഞ്ച്, പൈനാപ്പിൾ, അങ്ങനെയൊക്കെ. അതേപോലെ തന്നെ ഗ്ലൂക്കോസ്, ഫ്രൂട്ടോസ് ആൻഡ് ഗാലക്ടോസ്. ഈ ഡൈസാക്രൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഷുഗർ മോളിക്യൂൾസ് കൂടിച്ചേരുന്നതാണ്. അതായത് ഇപ്പം ഗ്ലൂക്കോസ് ആൻഡ് ഫ്രൂട്ടോസ് കൂടിച്ചേരുന്നതാണ് നമ്മൾ പഞ്ചസാര, ടേബിൾ ഷുഗർ, അല്ലെങ്കിൽ ജാഗ്രി എന്നൊക്കെ പറയുന്നത്. അതേപോലെ തന്നെ ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ് കൂടിച്ചേരുന്നതാണ് ലാക്ടോസ് എന്ന് പറയുന്നത്. ഈ ഗ്ലൂക്കോസും ഗാലക്ടോസും, ഇതൊരു ഗ്ലൂക്കോസ് മോളിക്യൂളും ഇതൊരു ഗാലക്ടോസ് മോളിക്യൂളും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നടുവിലൊരു ബോണ്ട് ഉണ്ടാവും. ഈ ബോണ്ടിനെ വിഘടിപ്പിക്കാനുള്ള എന്തില്ല, ഇത് ബ്രോക്കൺ ചെയ്യാനുള്ള എൻസൈം നമ്മുടെ ബോഡിയിൽ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ഇത് ഡൈജസ്റ്റ് ആവാത്ത സമയത്ത്. ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയ സമയത്ത് അവിടെ ലാക്ടോസ് ഫ്രീ ആയിട്ടുള്ള മിൽക്ക് ഉണ്ട്. ഇപ്പം അതേപോലെ തന്നെ ലാക്ടോസ് ഫ്രീ ആയിട്ടുള്ള പ്രോട്ടീൻ പൗഡർ ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ആ ലാക്ടോസ് അവിടെ നിന്ന് ഒഴിവാക്കുന്നില്ല, അവരെന്തത് അതിൽ കൂടുതലായിട്ടുള്ള എൻസൈം, നമ്മുടെ ബോഡിയിൽ ഇല്ലാത്ത എൻസൈം ആ മിൽക്കിലോ അല്ലെങ്കിൽ പ്രോട്ടീനിലോ അവർ ആഡ് ചെയ്തു. അതാകുന്ന സമയത്ത് നമ്മുടെ നേരെ ചെറുകുടലിൽ വന്നിട്ട്, അതായത് സ്മോൾ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് അതെന്ത് ചെയ്യും, ഇത് വിഘടിപ്പിച്ചിട്ട് നമ്മുടെ ബ്ലഡിലേക്ക് തരും. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ശ്രദ്ധിച്ചു. ഓക്കെ, ഇത് ഗ്ലൂക്കോസ്, ഇത് ഗാലക്ടോസ്. ഓക്കെ, ഇത് ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ്. നമ്മുടെ ബോഡിയിൽ എൻസൈം വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യും, ഗ്ലൂക്കോസ് ആയിട്ടും ഗാലക്ടോസ് ആയിട്ടും മാറും. ഓക്കെ, ഇത് നമ്മുടെ നേരെ ബ്ലഡ് സ്ട്രീമിലേക്ക് പോകും. നേരെ ബ്ലഡ് സ്ട്രീമിൽ ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ് ഇവിടെ നിന്ന് നേരെ എന്ത് ചെയ്യും, നമ്മുടെ ലിവറിൽ പോകും. ലിവറിൽ നിന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കും. അപ്പം ഈ എൻസൈം നമ്മുടെ ബോഡിയിൽ ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇവിടുന്ന് ഡൈജസ്റ്റ് ആവില്ല. ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാവും. ഇപ്പോൾ ഇത് സ്മോൾ ഇൻഡസ്ട്രിന്ന് ഡൈജസ്റ്റ് ആയിട്ടില്ലെങ്കിൽ നേരെ ലാർജ് ഇൻഡസ്ട്രി പോകും. അത് വൻകുടലിലേക്ക് പോകും. വൻകുടലിൽ കുറേ ബാക്ടീരിയാസ്, വൈറസ് ഒക്കെ ഉണ്ട് അവിടെ. നമുക്ക് വേണ്ട ബാക്ടീരിയാസ്, അതായത് ഗട്ട് ബാക്ടീരിയാസ് നിങ്ങൾ പറയില്ലേ, ആ ഗട്ട് ബാക്ടീരിയാസ് ആക്ടിവേറ്റ് ആയിട്ട് എന്തുണ്ട്, ചെറുതായിട്ട് ആക്ടിവേറ്റ് ചെയ്തും ഡൈജസ്റ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കും. അപ്പോൾ എന്ത് ചെയ്യും, എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ഈ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അവിടെ വേറെ ഫെർമെൻറ്റേറ്റഡ് നടക്കും. ആ പ്രോസസ്സിന് ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് എന്ന് പറയും. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും, ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യും, പിന്നെ മിഥിൻ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയാണ് ഗ്യാസ് ഇഷ്യൂസ്, ബ്ലോട്ടിങ്, വയറുവേദനയൊക്കെ. അപ്പം അങ്ങനെ ഈ ഗ്യാസ് ഇഷ്യൂസും ബ്ലോട്ടിങ്ങും ലാക്ടോസ് അലർജി ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ലാക്ടോസ് ഫ്രീ ആയിട്ടുള്ള വേ പ്രോട്ടീൻ കിട്ടാനുണ്ട്, ലാക്ടോസ് ഫ്രീ ആയിട്ടുള്ള മിൽക്ക് നിങ്ങൾക്ക് കിട്ടാനുണ്ട്, അത് വാങ്ങി യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക.